ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്തേ. ഒരുപാട് നാളുകൾക്ക് ശേഷം നീലക്കല്ല് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് നീലക്കല്ല് ഒരു മാസത്തോളം ഏകദേശം വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല? അപ്പോൾ അതിന് പല കാര്യങ്ങളും ഉണ്ട്. ചിലത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, തടസ്സങ്ങൾ കാരണം. അതേപോലെ ചില കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സാധിച്ചില്ല. എന്തായാലും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാറ്റിനും ഒരു മറുപടിയുള്ളൂ. ഇതുവരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു, ഒരുപാട് പേരിലേക്ക് എത്തി, ഒരുപാട് സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതും, അതേപോലെ ഇപ്പോൾ ഇതാ കുറച്ച് കാലമായിട്ട് വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിച്ചില്ല, ചില വിഘ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതും രണ്ടും അതെ ആ നാരായണീയത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്നാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എപ്പോൾ എന്ത് എങ്ങനെ നടക്കണം എന്നുള്ളത്. ഇപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തോടു കൂടി നാരായണീയം ആണ് നമ്മളിതിന് മുൻപ് ഇരുന്നിരുന്ന വിഷയം. അല്ലെങ്കിൽ ബലം മേ വൈകുണ്ഠ എന്ന് പറയുന്ന ഒരു ഉദ്യമം ആ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാനായി കൊണ്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഭഗവത് അവതാരം, ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞ് ആ ഗോകുലത്തിൽ അതുമായി സംബന്ധിച്ചിട്ടുള്ള ഉത്സവങ്ങൾ നടക്കുന്നതും, ഇപ്പുറത്തെ മധുരയിൽ ആ ഭഗവതിയുടെ ആ അരുളപ്പാടുണ്ടായതിനനുസരിച്ച് കംസനിതാ ഭയം തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ കാലൻ, തൻ്റെ അന്തകൻ ഇവിടെ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കണു, തെരഞ്ഞുകൊള്ളുക എന്ന് ആ ഭഗവതിയുടെ അരുളപ്പാട് കേട്ടുകൊണ്ടാണ് ഇപ്പോൾ കംസൻ. ഇനി അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ ആ ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട്, എങ്ങനെയാ പേടിച്ചുകൊണ്ടാണെന്നാ. ഭഗവാനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, അല്ല ഹിരണ്യകശിപു ഇത്യാദി ആൾക്കാരെ പോലെ വിരോധത്തോടുകൂടി. അതല്ല ഇനി ആ പാണ്ഡവന്മാരെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള പല കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കൂലേ ഭാഗവതത്തിൽ. പല രീതിയിലാണ് അവർ ഭഗവാനെ സമീപിക്കുന്നത്. ചില ആൾക്കാർ മിത്രത്തിനെ പോലെ ഭഗവാനെ സമീപിക്കുന്നു, ചില ആൾക്കാർ ബന്ധുവിനെ പോലെ, ചില ആൾക്കാർ ശത്രുവിനെ പോലെ, ചില ആൾക്കാർ ഭയപ്പെട്ടും കൊണ്ട്. ഇവിടെ കംസൻ അങ്ങനെയാണ്, വിരോധഭാവം അല്ല കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ശത്രുതാഭാവം അല്ല. ഇവിടെ കംസന് ഭയമാണ്. കാരണം കംസന് അറിയാം തൻ്റെ കാലനാണ് വന്ന് ജനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി ആ അവസാനം, അദ്ദേഹം ആ അവസാന ശ്വാസം വലിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ ഇനി ആ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയാണ്, ഭയത്തോടു കൂടിയുള്ള ചിന്തയാണ് എന്നർത്ഥം. എന്തായാലും ഭഗവാനെക്കുറിച്ചല്ലേ ചിന്ത, അപ്പോൾ അദ്ദേഹത്തിനും നന്മ തന്നെ വരും. അങ്ങനെ ആ ഭഗവാനെ ഇനി നശിപ്പിക്കണം. തൻ്റെ കാലൻ വന്ന് ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തൻ്റെ മൃത്യുവായി വരുന്നതിന് മുൻപ് ആ കുട്ടിയെ തന്നെ നശിപ്പിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനെ വിചാരിച്ചും കൊണ്ട് തൻ്റെ മിത്രങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ സേവകന്മാരായിട്ടുള്ള അനേകം രാക്ഷസന്മാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു മന്ത്രിസഭ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കംസൻ്റെ കാലൻ ജനിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ആ കുട്ടിയെ നശിപ്പിക്കണം, ആ ബാലകനെ നശിപ്പിക്കണം. പക്ഷെ ആ ബാലകൻ ആരാ, എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ആ ദേവി എന്താ പറഞ്ഞത്? നിൻ്റെ കാലൻ ജനിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ജനിച്ച ബാലകന്മാർ, കുട്ടികൾ, അതിൽ ഒരാളാണ് തൻ്റെ കാലൻ. അപ്പോൾ ഈ അസുരന്മാരെ, അല്ലെങ്കിൽ രാക്ഷസന്മാരെ, തൻ്റെ ഭൃത്യന്മാരെ, മിത്രങ്ങളെ ഇവിടെ ഒരു കർത്തവ്യം അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എന്താ? ഇപ്പോൾ അടുത്ത് ജനിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ വധിക്കുക. അപ്പോൾ അതിൽ തൻ്റെ അന്തകനും പെട്ടുകൊള്ളും. ഇതാണ് വിചാരം. എന്തായാലും അതിനാദ്യം പുറപ്പെട്ട ആൾ, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ആദ്യം പുറപ്പെട്ട ആൾ, നമ്മളെന്ന് പറയില്ലേ ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ, അവിടെയും മുൻതൂക്കം സ്ത്രീകൾക്ക് തന്നെയാണ്. അവിടെയും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ വെമ്പല്, ആ ഒരു ഭക്തിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥ എന്ന് വേണമെങ്കിൽ ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാം, ആ ജീവാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാം. അല്ല, കഥയ്ക്കനുസരിച്ചാണെങ്കിൽ ശരി, ഭഗവാനെ കൊല്ലാൻ എന്തിനാ കംസനോട് പറയുകയാണ്, എന്തിനാ മഹാരാജാവെ അങ്ങ് പേടിക്കുന്നത്? ഞാനിവിടെ ഉണ്ടാവുമ്പോൾ എത്ര ചെറിയ കുട്ടികളായാലും ശരി എനിക്ക് വധിച്ചു തരാൻ സാധിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അങ്ങനെ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു ധൃതിയോടുകൂടി ആദ്യം പുറപ്പെടുന്നത് വനിതാ മന്ത്രിയായിട്ടുള്ള ആ പൂതനേനെയാണ്. പൂതനയുടെ ആ കഥ, അല്ലെങ്കിൽ പൂതനയ്ക്ക് മോക്ഷം കിട്ടിയ കഥ, അതാണ് ഈ 40ാമത്തെ ദശകത്തിൽ നാരായണീയത്തിൽ വർണ്ണിക്കുന്നത്. എന്തായാലും ഈ ദശകോതെ നമുക്ക് ഭഗവാന്റെ കാൽക്കൽ ഭംഗിയായിട്ട് ചൊല്ലി സമർപ്പിക്കാൻ സാധിക്കട്ടെ. അതിനായിട്ട് എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. ഹരേ. അഖിലാനപരാധാന്മേ
ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. ഓം ജനകായ നമ. ഓം ജനയിത്രൈ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. ആ ഭഗവാൻ തന്നെ നമ്മളുടെ ഹൃദയങ്ങളിൽ, ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിനെ ആ മന്ദിരമായി സ്വീകരിക്കട്ടെ. ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹം എന്നും ആ മനസ്സിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 40ാമത്തെ ദശകത്തിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ പൂതനാമോക്ഷം കഥയാണ്. പൂതന അവിടെ ആ വൃന്ദാവനത്തിലേക്ക്, അമ്പാടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ല, അതിനു മുൻപ് ആ പ്രദേശത്തുള്ള മധുര ആ ഭാഗത്തുള്ള അനേകം കുട്ടികളെ വധിക്കുന്നുണ്ട്. എങ്ങനെയാണ് പൂതനയുടെ ഒരു എമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ വധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജനിച്ചു വീണ കുട്ടികൾക്ക് വധിക്കാൻ ഏറ്റവും എളുപ്പം ആ വിഷം കൊടുത്തുകൊണ്ട് ആ മുലയിൽ ആ വിഷം പുരട്ടിക്കൊണ്ട് ആ മുലപ്പാൽ കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ആ കുട്ടികളെ വിഷം ഭക്ഷിക്കുന്ന സമയത്ത് അവിടെ മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ അനേകം കുട്ടികൾ മധുരാപുരിയിലും ചുറ്റുമുള്ള ആ ഗ്രാമങ്ങളിലൊക്കെ അനേകം കുട്ടികൾ മരിച്ചു വീണു എന്നുള്ള വാർത്ത മധുരയിൽ എങ്ങും പരക്കുകയാണ്. ഈ സമയത്താണ് ഈ നന്ദഗോപര്, അമ്പാടിയിൽ ഭഗവാന്റെ പിതാവിൻ്റെ സ്ഥാനത്തിലുള്ള ആ നന്ദഗോപര്, അദ്ദേഹം മധുരയിലേക്ക് വന്നിരിക്കുകയാണ് കംസന് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വന്ന സമയത്ത് ഈ നന്ദഗോപരുടെ മിത്രമാണ് വസുദേവര്. വസുദേവരാരാ? ശരിക്കും ഭഗവാന്റെ അച്ഛൻ. ദേവകി വസുദേവന്മാരാണ് ഭഗവാന് ജന്മം നൽകിയ അച്ഛനമ്മമാര്. നന്ദഗോപരും യശോദയാണ് ഭഗവാനെ വളർത്താൻ ആ ഭാഗ്യം സിദ്ധിച്ച ആ മഹാഭാഗ്യശാലികളായിട്ടുള്ള അച്ഛനമ്മമാര്. അപ്പോൾ നന്ദഗോപരുടെ മിത്രമാണ് വസുദേവര്. വസുദേവര് ഈ നന്ദഗോപരെ ഇങ്ങനെ കണ്ട സമയത്ത് പറയുകയാണ്, നന്ദഗോപരെ അങ്ങ് സൂക്ഷിക്കണമെന്നാ, അങ്ങേക്ക് അവിടെ ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഉണ്ണി ഉണ്ടായി അത്ര സന്തോഷമാണെന്നാ, അത്ര സന്തോഷമുണ്ട് എനിക്ക്. എന്താ ഒരർത്ഥത്തിൽ പറയണത്, എൻ്റെ ഉണ്ണി തന്നെയാണ് അവിടെ അങ്ങയുടെ ഉണ്ണിയായിട്ട് വളരുന്നതെന്നുള്ള ഒരു അർത്ഥം വേണമെങ്കിൽ ഇന്ന് മനസ്സിലാക്കാം. എന്തായാലും പറയണു, ഇവിടെ ഈ കംസൻ്റെ ആ ഒരു ഭരണത്തിൽ ഇവിടെ ഇപ്പോൾ അടുത്തായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനേകം ശിശുമരണം കേൾക്കാൻ ഇടവരുന്നുണ്ട് എന്നാ. ദുർമരണങ്ങൾ, കുട്ടികളെ വധിക്കുന്നുണ്ട്. ഈ കംസൻ്റെ മിത്രങ്ങളായിട്ടുള്ള ആൾക്കാർ, ദുഷ്ടരായിട്ടുള്ള രാക്ഷസന്മാർ കുട്ടികളെയൊക്കെ വധിക്കണ ഒരു സമ്പ്രദായം ഇപ്പോൾ അടുത്ത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങേക്ക് അവിടെ ഒരു ഉണ്ണിയില്ലേ, ഇപ്പോൾ ജനിച്ചിട്ടുള്ള ഒരു ഉണ്ണിയില്ലേ, അങ്ങൊരു കാര്യം ചെയ്യൂ, അധികം സമയം ആ വീട്ടിൽ നിന്ന്, ആ നന്ദഗൃഹത്തിൽ നിന്ന്, അമ്പാടിയിൽ നിന്ന് വിട്ടു നിൽക്കരുത്, അങ്ങോട്ട് ചെല്ലൂന്നാ, അവിടെ അപകടമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ വസുദേവർ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് നന്ദഗോപർക്കും അതേ ആധിയായി, തൻ്റെ ഉണ്ണിക്ക് അപകടമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ തകൃതിയിൽ തിരിച്ച് അമ്പാടിയിലേക്ക് പുറപ്പെട്ടു എന്നാ. എന്നാൽ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് പിന്നെ പറയുന്നത്. എന്താ, ഈ നന്ദഗോപർ ഇവിടെ ഇല്ല എന്നുള്ള ഈ ഒരു അവസരം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള അനേകം ഗ്രാമങ്ങളിലും ആ മധുരാപുരി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലുമുള്ള കുട്ടികളെയൊക്കെ വധിച്ചതിന് ശേഷം പിന്നെ യമുന കടന്ന് അടുത്ത ഗ്രാമം അല്ലെങ്കിൽ അടുത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് അമ്പാടിയാണ്. അമ്പാടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതിസുന്ദരിയായിട്ടുള്ള ഒരു വനിത. ആ വനിതയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ കേശഭാരം, അതിൽ നിന്ന് വരുന്ന സുഗന്ധം കൊണ്ട് വണ്ടുകൾ അതിൻ്റെ ചുറ്റും കൂടി നിൽക്കണു. അത്രയും
ആ കാവ്യഭംഗിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അത്രയും സുന്ദരിയായും കൊണ്ട്, സുമുഖിയായും കൊണ്ട്, സുശീലയായും കൊണ്ട് ഒരു വനിത അവിടേക്ക് കടന്നു വന്നിരിക്കണു എന്നാണ് പറയണത്. ഇങ്ങനെ വന്നിട്ട് എന്താ, ആ നന്ദഗൃഹത്തിൽ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അധികം ദിവസമായിട്ടില്ല ഉണ്ണി ഉണ്ടായിട്ട്. അപ്പോൾ ആ ബാലകനെ വധിക്കണം എന്നുള്ള അർത്ഥത്തിൽ കപടവേഷം ധരിച്ചും കൊണ്ട് രാക്ഷസിയായിട്ടുള്ള പൂതന അവിടെ അതിസുന്ദരിയായിട്ടൊരു കാപട്യം നിറഞ്ഞും കൊണ്ട് കപടവേഷം ധരിച്ചും കൊണ്ട് വരണു ഗുരുവായൂരപ്പ. ഹേ കപടാത്മനെ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ പ്രയോഗം. എന്താ, കപടവേഷം ധരിച്ചും കൊണ്ട് വന്നിരിക്കുന്നത് ആരുടെ അടുത്തേക്കാ? ആ കാപട്യത്തിൻ്റെ ആശാൻ്റെ അടുത്തേക്കാ. എന്താ, ഗുരുവായൂരപ്പൻ അവിടെ ഒരു ബാലകനായിട്ട് ആ കള്ളകൃഷ്ണൻ അവിടെ കിടക്കുകയാണ്. ആരാണ്? സാക്ഷാൽ ശ്രീഹരിയാണ്, ഗുരുവായൂരപ്പനാണ്. ഈ ലോകത്തിനെ എല്ലാം സൃഷ്ടിച്ച് സ്ഥിതി നടത്തിയും കൊണ്ട് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ, ആ സാക്ഷാൽ ഭഗവാൻ തന്നെ, പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനാണ് ഇവിടെ ഒരു ഉണ്ണിയായും കൊണ്ട്, ഒരു അവതാരം എടുത്തും കൊണ്ട്, അവതാര ലക്ഷ്യത്തിൻ്റെ പൂർത്തിക്കായും കൊണ്ട്, ഒന്നും അറിയാത്ത ഒരു ബാലകനെ പോലെ, ഇപ്പോൾ ഇതാ കുറച്ച് ദിവസം മാത്രം പ്രായമുള്ള ഒരു ഉണ്ണിയെപ്പോലെ അവിടെ ഇതാ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാപട്യം കാണിച്ചും കൊണ്ടുള്ള ഗുരുവായൂരപ്പ, എല്ലാ കാപട്യത്തിൻ്റെ ആശാനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ മുന്നിലേക്ക് അങ്ങയുടെ ഒരു ഭൃത്യ, ഒരു ഭക്ത, അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് അങ്ങയുടെ അടുത്തേക്ക് എത്താൻ മനസ്സ് തുടിച്ചും കൊണ്ട്, ഹൃദയം തുടിച്ചും കൊണ്ട് ഇതാ അവിടെ പ്രവേശിക്കണമെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ആ പൂതന, എന്താ പൂതനയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാ? അനേകം ബാലകന്മാരെ വധിച്ച ആള്, ബാലഹത്യ നടത്തിയ ആള് എന്നുള്ള ഒരു വിശേഷണം. നിശാചരിയായിട്ടുള്ള പൂതന, രാക്ഷസിയായിട്ടുള്ള പൂതന. എന്താണ് ഉദ്ദേശം? ഭഗവാൻ എന്ന ബാലകനെ ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ആ ജീവാത്മാവിനറിയാം എന്നിവിടെ സൂചിപ്പിക്കണു. എന്നാൽ ഈ ബാലകനെ വധിക്കണം. കാരണം കംസന്റെ ആ നിർദ്ദേശപ്രകാരം ആ ബാലകന്മാരെ എല്ലാം വധിച്ചാൽ കംസന്റെ കാലനും കൂടി അതിൽ പെട്ടുപോകും എന്നുള്ള അർത്ഥത്തിൽ ഈ ബാലനെ വധിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ പ്രവേശിക്കുന്ന സമയത്ത് മറ്റുള്ള ആ വ്രജത്തിലെ ആ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ അത്ഭുതമാണ്, ആരാണ് ഈ സ്ത്രീ, ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു അർത്ഥത്തിൽ ആശ്ചര്യത്തോടു കൂടി അവരിങ്ങനെ നോക്കി നിൽക്കേ ആ ഗ്രഹത്തിലേക്ക്, നന്ദഗ്രഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കണു പൂതന. അങ്ങനെ പ്രവേശിച്ചും കൊണ്ട് ഇവിടെ എന്താ ആ ഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സൗന്ദര്യമുണ്ട്, സുമുഖിയാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതേപോലെ തന്നെ വശീകരിക്കാൻ, ആ ഹൃദയങ്ങളെ വശീകരിക്കാനുള്ള ഒരു കഴിവ് അതും കൂടി ഉണ്ടെന്നാ. ആ നന്ദഗൃഹത്തിലേക്ക് പ്രവേശിക്കണ പൂതന ആ വ്രജത്തിലുള്ള സ്ത്രീകൾ അവിടെ ചുറ്റും നിൽക്കുമ്പോൾ അവരിലൊരാളായും കൊണ്ട്, അവരെയൊക്കെ പരിചയമുള്ള പോലെ, അവരുടെ ഒരു സുഹൃത്ത്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിനെ പോലെ വളരെ പരിചയഭാവത്തോടു കൂടി അവരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന ശൈലിയിൽ സംസാരിച്ചും കൊണ്ട് ആ ഒരു ഭാവത്തോടു കൂടി അവിടെ പ്രവേശിച്ചിട്ട് ഈ ഉണ്ണിക്ക് സ്തന്യം കൊടുക്കാനുള്ള ഭാവത്തിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. ആ നന്ദഗൃഹത്തിലേക്ക്, ആ ഉണ്ണി കിടക്കണ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലണ സമയത്ത് ഭാഗവതം ഈ കഥ വിസ്തരിക്കുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു കേൾക്കാറുണ്ട്, പൂതന അങ്ങോട്ട് വരണ സമയത്ത് ഭഗവാൻ പെട്ടെന്ന് കണ്ണടച്ചു എന്ന് പറയാറുണ്ട്. എന്തേ, തൻ്റെ ആ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്, എന്താ, ആ രാക്ഷസിയായിട്ടുള്ള പൂതന വന്ന് കണ്ടപ്പോൾ ഭഗവാൻ പേടിച്ചു എന്ന് നടിച്ചുകൊണ്ട് കണ്ണടച്ചു എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്നു. ചിലർ പറയുന്നുണ്ട്, ആ ഭഗവാൻ മഹാദേവനെ അനുസ്മരിച്ചുകൊണ്ടാണ് കണ്ണടച്ചത് എന്ന് പറയുന്നു. എന്താ, പാലാഴിമഥനം സമയത്ത് കാളകൂടം എന്നുള്ള വിഷം പൊന്തി വന്നപ്പോൾ ഭഗവാന്റെ ആ ഒരു ആഗ്രഹപ്രകാരം മഹാദേവൻ ആ വിഷം എടുത്ത് കുടിച്ചു. അങ്ങനെ കുടിക്കുന്ന സമയത്ത് ആ മഹാദേവൻ പറഞ്ഞു അത്രേ, അങ്ങേക്ക് എന്താ പാലും പഴവും വെണ്ണയൊക്കെയാണ് നേദ്യം, എനിക്കിവിടെ വിഷമാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രേ, ഞാൻ കൃഷ്ണനായിട്ട് അവതരിക്കുന്ന സമയത്ത് ഞാൻ വിഷവും ഉണ്ണും, വെണ്ണ ഉണ്ണും, മണ്ണും ഉണ്ണും, എല്ലാം ഉണ്ണും, അന്ന് അങ്ങേക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മഹാദേവനെ സ്മരിച്ചും കൊണ്ട് ഇതാ ഞാനിപ്പോൾ ഇവിടെ വിഷം ഉണ്ണാൻ പോവുകയാണെന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചു എന്നും അങ്ങനെ അനേകം വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഭഗവാൻ അവിടെ കാത്തിരിക്കുകയാണ് പൂതന എന്നുള്ള ആ ജീവാത്മാവും അതെ കാത്തിരിക്കുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. ഭഗവാനും തൻ്റെ ആ ഭക്തയായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചു വരുന്ന ആ ജീവാത്മാവിനെ ഭഗവാനും കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു അമ്മ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ആ രാക്ഷസി അവിടെ വരുന്നത്. രാക്ഷസിയാണ്, നിശാചരിയാണ് എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും അവിടെ ആ സ്തന്യം കൊടുക്കുക എന്നുള്ള ഒരു കൃത്യം, അത് ഒരു അമ്മ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യണ കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു അമ്മ എന്നുള്ള ഭാവവും കൂടി പൂതനയ്ക്ക് അവിടെ ലഭിച്ചിരിക്കണു. ഭഗവാന്റെ അമ്മയാവാനുള്ള ഭാഗ്യവും കൂടി സിദ്ധിച്ചിരിക്കണു. എന്തായാലും ആ സ്തന്യം കൊടുക്കുന്ന സമയത്ത് അല്ലേ, അപ്പോഴും ആ മനസ്സിലൊരു വെമ്പലുണ്ട്. ഒരർത്ഥത്തിൽ ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്ത്രീ, ഒരു രാക്ഷസി എന്ന് ചിന്തിക്കാം.
അല്ലെങ്കിൽ ആ ഭഗവാന് ഈ സ്തന്യം കൊടുക്കുന്നതോടുകൂടി തൻ്റെ ജീവനും ഇവിടെ അവസാനിക്കും, അങ്ങനെ ഭഗവാനിലേക്ക് എത്താം എന്നുള്ള ഒരു അർത്ഥത്തിൽ ചിന്തിക്കണ ഒരു ഭക്ത എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹേ ഭഗവാനെ, ഇത്ര കോമളായിട്ടുള്ള സ്വരൂപത്തോടു കൂടി കിടക്കണം അവിടത്തേക്ക് എങ്ങനെയാണ് ഞാൻ ഈ വിഷം തരിക എന്നുള്ള ഒരു ഭാവത്തിലല്ലേ. കരളുറപ്പില്ലല്ലോ കണ്ണ കൈവിറയ്ക്കുന്നു ഗോപാല, എങ്ങനെ ഞാൻ തരും ഭഗവാനേ ഈ നഞ്ചു പുരട്ടിയ പാലമൃതം, ഈ നഞ്ചു പുരട്ടിയ പാലമൃതം. എങ്ങനെയാ ഗുരുവായൂരപ്പ ഈ വിഷം പുരട്ടിയിട്ടുള്ള ഈ പാലമൃതം, ഈ സ്തന്യം ഞാൻ എങ്ങനെയാണ് അവിടത്തേക്ക് സമർപ്പിക്കുക? ഇതല്ലാതെ കണ്ട് സമർപ്പിക്കാൻ എനിക്കൊന്നുമില്ലല്ലോ എന്നുള്ളപ്പോൾ ആ ഭഗവാൻ തന്നെ പറയണത് പോലെ, ആ പൂതനയെ ആശ്വസിപ്പിക്കണ പോലെ, പൂതന പേടിക്കണ്ട, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതീന, എന്ത് വേണമെങ്കിലും എനിക്ക് ആ ആത്മാർത്ഥതയോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി എൻ്റെ മുന്നിൽ എന്താണോ സമർപ്പിക്കുന്നത് അത് ഞാൻ സ്വീകരിച്ചിരിക്കും. അത് വിഷമായാലും വേണ്ടില്ല, അമൃതായാലും വേണ്ടില്ല എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഞാൻ കുടിച്ചോളാന്നാ, ഞാൻ സ്വീകരിക്കണമെന്നാ, നിൻ്റെ ഈ ഭാവത്തിനെ ഞാൻ ഇതാ സ്വീകരിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ സ്തന്യം സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ പാല് കുടിക്കുന്ന സമയത്ത് ഇവിടെ മേൽപ്പത്തൂരിൻ്റെ പ്രയോഗം വേറൊരു അർത്ഥത്തിലാണ്. ഇവിടെ ആ അനേകം കുട്ടികളെ വധിച്ചിട്ടുള്ള ആ പൂതനയുടെ നേർക്ക് ആ ഒരു രോഷത്തോടു കൂടി രാക്ഷസിയായി ഇവളെ വധിക്കുക തന്നെ വേണം എന്നുള്ള ഭാവത്തോടു കൂടി. കാരണം എന്താ, ഇപ്പോൾ താൻ ഈ രാക്ഷസിയെ പൂതനയെ വധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവള് വേറെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലും, അവരെയും വധിക്കും. അപ്പോൾ അങ്ങനെ ഒരു മഹാപാപം ഇനി പാടില്ല. എൻ്റെ അടുത്തേക്ക് വന്ന ആള് ഇനി വേറൊരാളുടെ അടുത്തേക്ക് പോകേണ്ട അവസരം ഉണ്ടാവില്ല. അത് ഭഗവാന്റെ ഒരു നിയമം. എന്തായാലും അങ്ങനെ ആ പാല് കുടിച്ചും കൊണ്ട്, വിഷം കുടിച്ചു, പാല് കുടിച്ചു, മാത്രമല്ല ആ ജീവനും ഊറ്റി കുടിച്ചു എന്നാണ്. ഇങ്ങനെ ആ പ്രാണൻ തൻ്റെ ദേഹത്തു നിന്ന് പോവാൻ പുറപ്പെടുന്ന ആ സമയത്ത് ആ രാക്ഷസി ഭയത്തോടുകൂടി ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഏതൊരാൾക്കും ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ പ്രാണനാണ്. അത് രക്ഷിക്കാൻ, അത് കൈവിടണമെന്ന് കാണുന്ന സമയത്ത് അവിടെ ആകെ ഭയപ്പെട്ടും കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം കാണിച്ചും കൊണ്ട് അവിടെ കാണുന്നു എന്നാണ് പറയണത്. ആ മല പോലെയുള്ള ശരീരം, അതേപോലെ ആ വ്രജത്തിൽ മുഴുവൻ ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദത്തോടു കൂടി അലറിയും കൊണ്ട് അവിടെ ആ ഭഗവാന്റെ ആ നിയോഗം അനുസരിച്ച് ഭഗവാൻ ആ പ്രാണൻ വലിച്ചെടുത്തപ്പോൾ അവിടെ മരിച്ചു വീണു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ അമ്പാടി ആകെ ഞെട്ടിക്കിടക്കുകയാണല്ലേ. ഇതുവരെ അവിടെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ആ ഗൃഹത്തിലേക്ക് കടന്നു പോണതേ കണ്ടുള്ളൂ. ഇപ്പതാ അവിടെ മല പോലെ ഒരു ശരീരം, ഒരു രാക്ഷസിയുടെ ഉഗ്രമായിട്ടുള്ള സ്വരൂപം. അതിൻ്റെ അലർച്ച കേട്ടും കൊണ്ട് പേടിച്ചും കൊണ്ടാണ് എല്ലാവരും ഓടി വന്നിട്ടുള്ളത്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ എല്ലാവരും ഇങ്ങനെ അത്ഭുത സ്തബ്ധരായിട്ട് പേടിച്ചും കൊണ്ടും ആശ്ചര്യം കൊണ്ടും ഒക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ആ പൂതനയുടെ മാറത്ത്, ആ മലയുടെ മുകളിൽ ആ മാറത്ത് അവിടെ കാണുന്നു കളിച്ചും കൊണ്ട് ഒരു ഉണ്ണിയുടെ സ്വരൂപം. എന്താ ഭഗവാൻ അപ്പോഴും ആ ഒരു കൈശോരഭാവം എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ ആ ഒരു നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വാത്സല്യം തോന്നിപ്പിക്കുന്ന ഒരു രൂപമാണ് ഗുരുവായൂരപ്പൻ്റേത്. എത്ര നമ്മൾ ഭയപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആശ്ചര്യം എന്നല്ല, ഇവിടെ ആകെ മോഹിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു സമയം എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. അതായത് ആകെ അന്താളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ് ഗോപന്മാർ. അങ്ങനെയുള്ള അവരുടെ മുന്നിലും അവരുടെ മനസ്സിലുള്ള ആ ഒരു ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അലിയിക്കണ രീതിയിൽ അത്രയും ആ കോമള സ്വരൂപത്തോടു കൂടി ആ എന്താ പറയുക, ഇപ്പം എടുത്ത് അങ്ങോട്ട് വാത്സല്യിക്കാൻ അല്ലെങ്കിൽ അത്രയും ഓമനിക്കാൻ തോന്നുന്ന ആ ഒരു സ്വരൂപത്തോടു കൂടി അവിടെ കിടന്ന് കളിക്കുകയാണ് ഗുരുവായൂരപ്പൻ. എന്തായാലും ആ ഗോപസ്ത്രീകൾ അവർ തീരുമാനിച്ചു, പാടില്ല, രാക്ഷസിയുടെ ആ മേലാണ് കിടക്കുന്നത്, ഇനി എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ആ കുട്ടീനെ എടുത്തു എന്നാണ്. എന്നിട്ട് ഓരോരുത്തരും അവർക്ക് മതിയാവണില്ല ശുശ്രൂഷ ചെയ്തിട്ടല്ലേ. അത്രയും കോമള സ്വരൂപനാണല്ലേ ഗുരുവായൂരപ്പൻ. അങ്ങോട്ട് എടുത്ത് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ എവിടെയും വെക്കാൻ തോന്നില്ല, അത്രയും വാത്സല്യം തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ എടുക്കണു, മറ്റേ എടുക്കണു, ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെ അടുത്തേക്ക്, ഒരാളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെ അടുത്തേക്ക്, അങ്ങനെ ആ ഗുരുവായൂരപ്പനെ ലാളിച്ചും കൊണ്ട് ഇത്ര ഭാഗ്യം ചെയ്തവരായിരുന്നു അല്ലേ ആ അമ്പാടിയിലുള്ള ആ ഗോപസ്ത്രീകൾ, ഗോപന്മാർ. അഹോഭാഗ്യം. അങ്ങനെ പിന്നീട് ഈ മേൽപ്പത്തൂർ പറയണു, എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഹേ ഗുരുവായൂരപ്പ, പിന്നെ ബാലരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഈ ഉണ്ണിയെ ഒഴിയുകയാണെന്നാണ് ഗോപസ്ത്രീകൾ. ആ ഗ്രാമത്തിൽ വസിക്കുന്ന ആൾക്കാരുടെ ആ ഒരു
ചിന്താഗതി അനുസരിച്ച് തൻ്റെ കുട്ടികൾക്ക് ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു അറിവനുസരിച്ച് അനേകം മന്ത്രങ്ങളും ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് ഒരു രക്ഷ ചൊല്ലുകയാണെന്നാണ് പറയുന്നത്. മേൽപ്പത്തൂർ പറയുന്നു, ഭഗവാനെ അവിടുത്തെ നാമങ്ങൾ അവിടുത്തെ മന്ത്രങ്ങൾ തന്നെയാണ് ചെല്ലണത് അവിടുത്തെ രക്ഷയ്ക്കായതുകൊണ്ട് അല്ലേ. അപ്പോൾ എന്താ ഗുരുവായൂരപ്പൻ അത് വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ അത് അബദ്ധമായിട്ട് കരുതണില്ല. എന്താ അവരുടെ സ്നേഹമാണ് ആ ഗോപസ്ത്രീകളുടെ, അവരുടെ മനസ്സിൽ യോഗീശ്വരന്മാരുടെ അടുത്തുള്ള അത്ര അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ സ്നേഹം അതാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം എന്നാ. അറിവും ജ്ഞാനവും വൈരാഗ്യവും കാര്യങ്ങളും ഒന്നും വേണ്ട നിങ്ങൾക്ക് ആ സ്നേഹമുണ്ടോ ഭഗവാന്റെ കാൽക്കൽ, ഭഗവാനെ എന്നും സ്വന്തമായിട്ട് കരുതിയിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ? എന്നാൽ ഭഗവാൻ എന്നും നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന് കാണിക്കുകയാണ് ഗോപസ്ത്രീകളുടെ ഉദാഹരണത്തിൽ നിന്ന്. ഇങ്ങനെ ഒരു ലീല ആടിയ ഹേ പൂതന മോക്ഷം എന്നുള്ള ഒരു ലീല ആടിയ ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ അധ്യായം സമർപ്പിക്കുന്നത്. എന്തായാലും നമുക്കും ഈ ദശകം ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. എല്ലാ സജ്ജനങ്ങളും അതിനായും കൊണ്ട് അനുഗ്രഹിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകംസസഹായ ജനോദ്യമ. അയി സഖേ തവ ബാലകജന്മ മാം സുഖയത്തെ അദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത്പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായഭിയാദ്രുതമായയൗ. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗനാ തരളഷട്പദലാളിതകുന്തളാ കപടപോതകതേ നികടം ഗതാ. സപദി സാഹൃത ബാലകചേതനാ നിശിചരാന്വയജാ കില പൂതനാ വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ലളിതഭാവവിലാസഹൃതാത്മഭി യുവതിഭിഃ പ്രതിരോദ്ധുമപാരിതാ സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവത്തെ കപടാത്മനെ. സമധിരുഹ്യ തദംഗമശങ്കിത ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വനാ നിരപദദ്ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹ്ണത ഗോപികാ. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാതനികേതനനാഥ മാമഗദയൻ കുരു താവക സേവകം. ഗുരുവായൂരപ്പാ ശരണം.